വയനാട് നൂൽപ്പുഴയിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നാട്ടുകാർ. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അളവിനെത്തിയ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുന്നു. സുർജിത്ത്, എന്താണ് പ്രശ്നം? ഹാഷ്മി, ഞാൻ നിൽക്കുന്നത് ഈ നൂൽപ്പുഴ പ്രദേശത്താണ്. ഈ വഴി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പാതയാണ്, അതായത് അന്തർ സംസ്ഥാന പാതയാണ്, നേരെ ഊട്ടിയിലേക്കെല്ലാം പോകുന്ന പാതയാണ്. ഇതിന് സമീപത്താണ് വനമേഖലയോട് ചേർന്ന് മൂക്കുത്തിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ഈ പ്രദേശത്ത് നിന്നാണ് ആളുകൾ ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം ആളുകളുടെ ആരോപണം. ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഏതാനും ആളുകൾ 52ഓളം കുടുംബങ്ങൾ അതിന് ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകാൻ സന്നദ്ധപത്രം നൽകിയതാണ്. അവരുടെ ഭൂമി അളക്കാൻ വേണ്ടി ഇന്ന് ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. RKDP റീബിൽഡ് കേരളയുടെ ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അവരെ ഇതിന് സന്നദ്ധരല്ലാത്ത ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് തടഞ്ഞത്. അത് തടഞ്ഞ് അവർ തിരിച്ചു പോയിരിക്കുകയാണ്. കാരണം ഇതിന് പിന്നിൽ ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ നിരവധി അശാസ്ത്രീയതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഈ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഇവർ പിറന്ന മണ്ണാണ്, പിറന്ന മണ്ണ് വനമാക്കാൻ അനുവദിക്കുകയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ആദിവാസികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ സന്നദ്ധരായി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എന്താണ് ഇവിടെ ഇപ്പോൾ RKDP പദ്ധതി പ്രകാരം സ്വയം സന്നദ്ധ പുനരധിവാസം എന്ന പേരിൽ ഈ മുക്കുത്തിക്കുന്ന് പ്രദേശത്തെ ആളുകളെയൊക്കെ തന്നെ ഭിന്നത ആക്കിക്കൊണ്ട് ചെറുകിട ആളുകൾ 5 സെന്റും 10 സെന്റും ഭൂമിയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ പദ്ധതി പ്രകാരം ഞങ്ങൾ പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പുറമേ നിന്ന് വന്ന് ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്രദമാകുന്നത്. അവർ 2 ഏക്കറും 5 ഏക്കറുമുള്ള ആളുകൾ പുറമേ നിന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരം ആകുന്നത്. പക്ഷേ ഇവിടെയുള്ള ജനിച്ച് വളർന്ന ആളുകൾക്ക് ഇത് ഒരു തരത്തിലും ഇവിടുന്ന് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. എല്ലാവർക്കും ആശങ്കയാണ്. ഇത് ശരിക്കും ഒരു അശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ്. എവിടെയും പരിശോധിക്കാതെ ഈ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരു കൃഷിക്കാരൻ്റെ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് 5 സെന്റ് മാത്രമുള്ള ആളുകളെയാണ് തെരഞ്ഞെടുത്ത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഒരിക്കലും നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ കഴിയില്ല. നമുക്ക് അനുഭവമുണ്ട്. നമ്മുടെ ഈ മുക്കുത്തിക്കുന്ന് പ്രദേശത്ത് തന്നെ കുണ്ടൂര്, കാപ്പാട്ട്, അതുപോലെ തന്നെ ചെട്ടിയാലത്തൂർ എന്ന പ്രദേശങ്ങളിൽ ഈ പദ്ധതി നേരത്തെ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ അത് ഇപ്പോഴും അതിനൊരു പൂർണ്ണത വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആദിവാസികളാണ് ഈ മേഖലയിലൊക്കെ താമസിക്കുന്നത്. പക്ഷേ അവർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അവരെ അവിടുന്ന് പുറത്തേക്ക് വരാനും അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഭൂമിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ ആദിവാസിയിൽപ്പെടുന്ന ആളുകളാണ്. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെട്ടിയാലത്തൂർ പ്രദേശത്തെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവിടെ ആദിവാസികൾ 60 കുടുംബങ്ങളും 7 ജനറൽ കുടുംബങ്ങളുണ്ട്. ഈ പദ്ധതി നേരത്തെ അവിടെ പൂർത്തീകരിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് ഒരു വികസന പ്രവർത്തനം കൊടുക്കാനോ അവിടെ ഒന്നിനും നമുക്ക് കഴിയുന്നില്ല. ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവിടെ പോകാൻ നമുക്ക് പറ്റുന്നില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. പക്ഷേ ഇതുവരെ അതെ വനം വകുപ്പ് വികസനം തടയുന്നതാണ്. അവിടെ നമുക്ക് സ്കൂളുണ്ട്, ഒരു സ്കൂളുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ്. ആ സ്കൂളിന് ഫിറ്റ്നസ് വരെ തടഞ്ഞിരുന്നു. പിന്നെ അത് നമ്മൾ മേലെ ഇടപെട്ടിട്ടാണ് അതുവരെ കൊടുത്തത്. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യം അവിടെ കുറേ 26 വീട് പാസ്സായിരുന്നു. പക്ഷെ അതുപോലും ഈ വനം വകുപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ആശങ്ക തുടരുകയാണ്. നിങ്ങളൊക്കെ എന്താണ് സമരത്തിന്റെ ഭാഗമായിട്ട്? നമ്മളെന്തായാലും നമ്മൾ ഇവിടെ പോകുന്നില്ല. നമ്മൾ ആദിവാസികൾ ഇവിടെ പെറ്റ് വളർന്ന ആൾക്കാരാണ്. നമ്മളെ മണ്ണാണിത്. ഈ മണ്ണ് ഞങ്ങൾ പോരായിരിക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. വയനാട് നൂൽപ്പുഴയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടയുന്നത്. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അളവിനെത്തിയ ഉദ്യോഗസ്ഥരാണ് തടയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുർജിത്ത്.